നമസ്കാരം പ്രിയമുള്ളവരെ, കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ജൂണിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും അവർക്ക് ഈ മാസം 2 പെരുന്നാളാണെന്ന് പറയാം. മറ്റൊന്നുമല്ല, ഈ സാമൂഹിക വിഷം ജസ്ന സലിം എന്ന ബലാല് അവരിനെ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി എന്നവരെ വിളിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ബലാലിനെ കൊണ്ടുള്ള ശല്യം, അതിനി ആ സമുദായം ഉത്തരവാദിത്തം പറയേണ്ട എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു മാസത്തിലൂടെയാണ് ആ സമുദായം കടന്നു പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷത്തിൽ. പ്രത്യേകിച്ചും സമൂഹത്തിൽ എങ്ങനെ വിഷം വിതറി അന്നമുണ്ടാക്കാം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്ന് വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ജസ്ന സലീമിൻ്റെത്. ശ്രീകൃഷ്ണനെ വരയ്ക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന ലേബലാണ് മിക്കപ്പോഴും അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അവര് അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് പള്ളി കമ്മിറ്റിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സമൂഹത്തിനകത്ത് ഒക്കെ അവർക്ക് വലിയ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നു. കാരണം ഒരു മുസ്ലിം എന്ന ലേബലിൽ അവർ കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കൊണ്ട് മുസ്ലിം സമുദായം അവരെ വല്ലാതെ പൊറുതിമുട്ടിപ്പിക്കുന്നു, വീർപ്പ് വിൽക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ സത്യം അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായ കൃഷ്ണഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൃഷ്ണനെ സ്തുതിക്കുന്ന, കൃഷ്ണന്റെ പ്രണയവും വിരഹവും ഒക്കെ സംബന്ധിച്ച കവിതകൾ എഴുതിയിട്ടുള്ളത് യൂസഫ് അലി കച്ചേരിയാണ്. മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ കൃഷ്ണ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുള്ളത് നൗഷാദാണ്. ഇവരെ ആരെയും ആ സമുദായം പള്ളിയിൽ നിന്ന് വിലക്കുകയോ ഭ്രഷ്ട് കൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ കല എന്ന രീതിയിൽ തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. സമുദായങ്ങൾ, മുസ്ലിം സമുദായവും ഹൈന്ദവ സമുദായം ഒക്കെയും അത്തരം ഗാനങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വാസ്തു. പക്ഷേ ജസ്ന സലീം മാത്രം പറയുന്നത് ഈ കൃഷ്ണന്റെ പടങ്ങൾ വരയ്ക്കുന്നത് കൊണ്ട് തനിക്ക് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും എവിടെയും ഉണ്ടായതായി, ഒരു മഹല്ല് കമ്മിറ്റിയും അവരെ വിലക്കിയതായി ഒന്നും റിപ്പോർട്ടുകളില്ല. പക്ഷേ അവർ വളരെ തന്ത്രപൂർവ്വമായി മാർക്കറ്റിംഗ് ചെയ്യുകയായിരുന്നു ഇത്തരം സംഭവങ്ങൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. മിക്കപ്പോഴും ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളിലേക്ക് അവർ കടന്നു കയറി അവരുടെ വിശ്വാസങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ മിക്കപ്പോഴും ഗുരുവായൂർ അമ്പല നടയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനൊക്കെ ഉത്തരവാദിത്വം ചിലപ്പോഴൊക്കെ മുസ്ലിം സമുദായത്തിന്റെ മേൽ വന്നു ഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഇനി ഉണ്ടാകുന്നില്ല എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം വളരെ സമാധാനത്തിൽ കഴിയുന്ന മതവിശ്വാസങ്ങൾക്കിടയിൽ വളരെ പർപ്പസ്ഫുള്ളി കച്ചവട ലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഇത്തരം കപടതകളെ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം. നമുക്കെല്ലാവർക്കും മതമുണ്ട്, നമുക്കെല്ലാവർക്കും വിശ്വാസവുമുണ്ട്. നമ്മൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ടും പരസ്പരം സ്നേഹിച്ചുകൊണ്ടുമാണ് ഇവിടെ കഴിയുന്നത്. നമ്മുടെ മതങ്ങൾ അത് നമ്മുടെ ദൈവത്തിലേക്കുള്ള മാർഗങ്ങളാണ്, അത് പരസ്പരം കലഹിക്കാനുള്ള മാർഗങ്ങളല്ല. പക്ഷേ ഇവർ വീട് വെക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഇത്തരം മതവിശ്വാസങ്ങളെ വളരെ പർപ്പസ്ഫുള്ളി കണ്ണിങ് ആയിട്ട് ചൂഷണം ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രത്യേകിച്ചും ജസ്ന സലീം അവരുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നത് ഏകദേശം 17 ലക്ഷത്തോളം രൂപ ചിലവാക്കിയാണ് അവർ വീട് നിർമ്മിച്ചതെന്ന്. ഒരേ സമയം ഹൈന്ദവരെയും അതുപോലെ മുസ്ലിങ്ങളെയും പറ്റിച്ചുകൊണ്ടാണ് ആ വീട് യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് വാസ്തവമാണ്. കാരണം കൃഷ്ണഭക്ത എന്ന രീതിയിൽ ഹൈന്ദവരെയും ഒപ്പം തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന രീതിയിൽ മുസ്ലിങ്ങളെയും ഒരുപോലെ മാർക്കറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ രണ്ട് ഘടകങ്ങളും ഒരുപോലെ മാർക്കറ്റിംഗ് തന്ത്രമാക്കിക്കൊണ്ടാണ് ജസ്ന സലീം ആ വീട് പൂർത്തിയാക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ ജാമിദയുടെയും ആരിഫ് ഹുസൈൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോഴും അവരും ഇതിൻ്റെ വേറൊരു തലമാണ്. കാരണം മതവിദ്വേഷവും അതുപോലെയുള്ള ഈ വിരുദ്ധമായ ചിന്തകളും എങ്ങനെ പർപ്പസ്ഫുള്ളി മാർക്കറ്റ് ചെയ്യാമെന്ന് വിദഗ്ധമായി പഠിച്ച ആളുകളാണ് ജാമിദയും അതുപോലെ ആരിഫ് ഹുസൈനും ഒപ്പം ഈ ജസ്ന സലീം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇവരെ 3 പേരും എന്ന് ഈ അറബി മുസ്ലിം പേരുകൾ ഉപേക്ഷിക്കുന്നു അന്നു തീർന്നു അവരുടെ മാർക്കറ്റിംഗ് വാല്യൂ. അന്നവർ ഇടിഞ്ഞ് തകർന്ന് ഈ മാർക്കറ്റിംഗ് വാല്യൂ ഇല്ലാത്ത വെറും യൂട്യൂബേഴ്സായി മാറും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അറബിക് പേരുകൾ നിലനിർത്തിക്കൊണ്ട് വളരെ വിദഗ്ധമായിട്ട് ഇവിടെ വർഗീയപരമായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജീവിച്ചു പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്കപ്പോഴും ഈ ആരിഫ് ഹുസൈനും ജാമിദ ടീച്ചറും ഒക്കെ മിക്കപ്പോഴും നമുക്ക് മുന്നിൽ അവർ നിരീശ്വരവാദികളാണ്, ദൈവമില്ലാത്തവരാണ്. പക്ഷെ ചില നിമിഷങ്ങളിലൊക്കെ അവർ മുസ്ലിം ആവും, ചില പ്രത്യേക നിമിഷങ്ങൾ അവർ മുസ്ലിം ആവും, ഞങ്ങൾ ഒരു മുസ്ലിം പ്രാതിനിധ്യമുള്ളവരാണ് എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അത് അവസരങ്ങൾക്കനുസരിച്ച് ഈ ഓന്തിൻ്റെ സ്വഭാവം പോലെ രൂപം മാറാനും ഭാവം മാറാനും കഴിവുള്ള ആളുകളാണ് ഇത്തരം യുക്തിവാദികൾ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്തായാലും ജസ്ന സലീം ഇപ്പോൾ മതം ഉപേക്ഷിച്ചു എന്ന ഒരു കാര്യം പുറത്തു വരികയാണ്. നമുക്കത് സ്വാഗതം ചെയ്യാം. കാരണം സമൂഹത്തിൽ എത്ര നാളും അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന വിദ്വേഷങ്ങൾക്ക് അതുപോലെയുള്ള ഈ വൃത്തികെട്ട പരിപാടികൾക്കൊന്നും ഇനി ഈ സമുദായം ഉത്തരവാദിത്വം വഹിക്കേണ്ടതില്ല എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ജസ്ന സലീമിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.
എല്ലാ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വലിയ പന്താവിലെത്തുവാൻ ഉയർച്ചയിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ ചിത്രകല പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ ചിത്രങ്ങൾ കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഭാവങ്ങളൊന്നും, കൃഷ്ണൻ്റെ സ്ഥായിയായ ഭാവമുണ്ട്, പ്രണയമാണ് കൃഷ്ണൻ്റെ ഭാവം. അങ്ങനെ ഭാവങ്ങളൊന്നും ഇല്ലാത്ത, ഒരു വികാരവും നിഴലിക്കാത്ത ചിത്രങ്ങളാണ് ജസ്ന സലീം വരയ്ക്കുന്നത്. ഒരു ചിത്രത്തിന് വേറൊരു ചിത്രത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല, എല്ലാ ചിത്രങ്ങളും ഒന്നുപോലെയാണ്. അപ്പോൾ ആ ചിത്രങ്ങൾ ഇത്രയും വിദഗ്ധമായി ജസ്ന സലീമിന് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നത് അവരൊരു മുസ്ലിം സ്ത്രീ എന്ന ഒരു ലേബലിൽ ആ ചിത്രം വരച്ചതുകൊണ്ടാണ്. തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു. അത് വലിയ വിവാദമായി. മിക്കപ്പോഴും അത് RSSഉം അതുപോലുള്ള സംഘപരിവാര പ്രസ്ഥാനങ്ങളും ഒക്കെ ഏറ്റെടുത്തു. നമുക്കറിയാം, ജസ്ന സലീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ തന്റെ ചിത്രങ്ങൾ കൈമാറുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ് നരേന്ദ്രമോദി. എവിടെ ചെന്നാലും ഫോട്ടോ എടുത്ത് അത് പ്രചരിപ്പിക്കുന്ന വളരെ മികച്ച ഒരു മാർക്കറ്റിംഗ് തന്ത്രജ്ഞനാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെ വരെ മാർക്കറ്റിംഗ് തന്ത്രമാക്കി കളഞ്ഞ ഒരാളാണ് ജസ്ന സലീം. കാരണം അദ്ദേഹത്തോടൊപ്പം ഈ കൃഷ്ണന്റെ ഫോട്ടോ നരേന്ദ്രമോദിക്ക് കൈമാറുന്ന ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച് അതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാക്കിയ ആളാണ് ജസ്ന സലീം. അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.